നമസ്കാരം. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു വലിയ വാർത്തയുണ്ട്. കുറേ നാളത്തെ കാത്തിരിപ്പിനും ആവശ്യങ്ങൾക്കും ശേഷം സർക്കാർ ഒടുവിൽ ഒരു സുപ്രധാന സാമ്പത്തിക പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ആ തീരുമാനങ്ങൾ? അത് നിങ്ങളെ ഓരോരുത്തരെയും എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? നമുക്ക് നോക്കാം. അതെ, ഇതാണ് എല്ലാവരുടെയും മനസ്സിലുള്ള പ്രധാന ചോദ്യം. സർക്കാരിന്റെ ഈ പുതിയ പ്രഖ്യാപനങ്ങൾ ശരിക്കുമൊരു ആശ്വാസമാണോ? വർഷങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരുന്ന ആവശ്യങ്ങൾക്ക് ഇതിലൂടെ ഒരു പരിഹാരമാകുന്നുണ്ടോ? നമുക്ക് ഇതിന്റെ ഓരോ വശവും ഒന്ന് വിശദമായി പരിശോധിക്കാം. ഈ പ്രഖ്യാപനം പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല കേട്ടോ. ഇതിന്റെ പിന്നിൽ വർഷങ്ങളുടെ കാത്തിരിപ്പും നിരന്തരമായ ആവശ്യങ്ങളുമൊക്കെയുണ്ട്. അപ്പോൾ എന്തായിരുന്നു ആ സാഹചര്യമെന്ന് നമുക്ക് ആദ്യമൊന്ന് മനസ്സിലാക്കാം. അതായത് ശമ്പളം സമയത്തിന് പരിഷ്കരിക്കുക, പിന്നെ ഈ ക്ഷാമബത്ത അഥവാ DA കുടിശ്ശികയില്ലാതെ കയ്യിൽ കിട്ടുക, ഇവയൊക്കെയായിരുന്നു ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഓരോ ദിവസവും ജീവിത ചെലവ് കൂടുമ്പോൾ വൈകുന്നത് അവരുടെ ബജറ്റിനെ കാര്യമായി തന്നെ ബാധിച്ചിരുന്നു. അപ്പോൾ ഈ നീണ്ട കാത്തിരിപ്പിനൊക്കെ ഒരു വിരാമമിട്ടുകൊണ്ട് സർക്കാരിപ്പോൾ 2 പ്രധാന തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഈ പ്രശ്നപരിഹാരത്തിന്റെ 2 ഭാഗങ്ങളായിട്ട് നമുക്കിതിനെ കാണാം. ഒന്നാമത്തെ കാര്യം, ഏറെ നാളായി എല്ലാവരും കാത്തിരുന്ന 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന് രൂപം നൽകി. രണ്ടാമതായി, കുടിശ്ശികയായി കിടക്കുന്ന മുഴുവൻ ക്ഷാമബത്തയും, അതായത് ഡിയർനസ് അലവൻസ് അല്ലെങ്കിൽ DA, അത് മുഴുവനായും കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു. വിലക്കയറ്റം നേരിടാൻ സഹായിക്കുന്ന ഈ തുക കിട്ടാതിരുന്നത് വലിയൊരു പരാതിയായിരുന്നു. ഇത് ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ വ്യക്തമാക്കുന്നൊരു കാര്യമാണ്. ജീവനക്കാരുടെ ആവശ്യങ്ങളെ സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നതിന്റെ ഒരു സൂചനയായിട്ട് വേണം ഈ തീരുമാനത്തെ നമ്മൾ കാണാൻ. 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ സംസ്ഥാനത്തെ ജീവനക്കാരുടെ ശമ്പളഘടനയും മറ്റ് ആനുകൂല്യങ്ങളും വരും വർഷങ്ങളിൽ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ കമ്മീഷന്റെ ശുപാർശകളെ അടിസ്ഥാനമാക്കിയായിരിക്കും. അതുകൊണ്ടുതന്നെ ഇത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. ഈ കമ്മീഷന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ സമയപരിധിയാണ്. റിപ്പോർട്ട് കൊടുക്കാൻ നൽകിയിരിക്കുന്നത് വെറും 3 മാസം. അതായത് കാര്യങ്ങൾ ഇനിയും വലിച്ചു നീട്ടില്ല, വേഗത്തിൽ തന്നെ ഒരു തീരുമാനമുണ്ടാകും എന്നൊരു വ്യക്തമായ സന്ദേശമാണ് സർക്കാർ ഇതിലൂടെ തരുന്നത്. ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യത്തിലേക്ക് വരാം. ഈ കുടിശ്ശിക തുകയൊക്കെ എപ്പോഴാണ് നമ്മുടെ കയ്യിൽ കിട്ടുക, അല്ലേ? അതിന് സർക്കാർ വ്യക്തമായൊരു സമയക്രമം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. DA കുടിശ്ശിക 2 ഘട്ടങ്ങളായിട്ടാണ് കിട്ടുക. ആദ്യത്തെ ഗഡു ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിന്റെ കൂടെ തന്നെ അക്കൗണ്ടിൽ എത്തും. ബാക്കിയുള്ള മുഴുവൻ തുകയും തൊട്ടടുത്ത മാസം, അതായത് മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകി ഈ കുടിശ്ശിക പൂർണ്ണമായും തീർക്കും. പിന്നെ ഈ ആനുകൂല്യം ജീവനക്കാർക്ക് മാത്രമല്ല പെൻഷൻ വാങ്ങുന്നവർക്കും ലഭിക്കുമെന്ന് ധനമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. അവരുടെ ഡിയർനസ് റിലീഫ്, അതായത് DR കുടിശ്ശികയും ഇതോടൊപ്പം കൊടുത്തു തീർക്കും. ആർക്കും ഒന്നും നഷ്ടമാകില്ല എന്നൊരു ഉറപ്പാണ് ഇതിലൂടെ നൽകുന്നത്. അപ്പോൾ ഈ പ്രഖ്യാപനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി എന്തിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്? നമുക്കതൊന്ന് നോക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ 12ാം ശമ്പള കമ്മീഷൻ നിലവിൽ വന്നു. 3 മാസത്തിനകം അതിന്റെ നിർണായകമായ റിപ്പോർട്ടും വരും. അതിനിടയിൽ മാർച്ചോടുകൂടി DA കുടിശ്ശിക മുഴുവനായും നിങ്ങളുടെ കൈകളിലെത്തും. ഈ ആനുകൂല്യങ്ങൾ നിലവിൽ ജോലി ചെയ്യുന്നവർക്കും പെൻഷൻ വാങ്ങുന്നവർക്കും ഒരുപോലെ ഉറപ്പാണ്. അപ്പോൾ DA കുടിശ്ശികയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയുണ്ട്. അതെല്ലാവർക്കും വലിയൊരു ആശ്വാസം തന്നെയാണ്. എന്നാൽ ഇനി എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് ആ 3 മാസത്തിനകം വരാനിരിക്കുന്ന റിപ്പോർട്ടിലേക്കാണ്. പുതിയ ശമ്പള കമ്മീഷൻ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും നിർദ്ദേശിക്കുക? ശമ്പളഘടന എങ്ങനെ മാറും? അതാണ് ഇനി അറിയാനുള്ള ഏറ്റവും വലിയ കാര്യം. നമുക്ക് കാത്തിരുന്ന് കാണാം.